അതെ, ഞാൻ തന്നെ, നിന്റെ പഴയ ദാസ്. വരൂ. ഹേയ്, ഐ ആം ബാക്ക് ഹോം. ഇതാണ് എന്റെ കൊട്ടാരം. ദാസരിക്ക്. അയ്യോ, ആകെ നനഞ്ഞല്ലോ. ഒന്നുമില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് വീണു. വല്ലതും പറ്റിയോ? നീ ഇനി അതും പറഞ്ഞു കിടന്നു ഒരുകാതെ. വാ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് മിസ്റ്റർ ദാസ്. ദാസനാണ് എന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്. ഹി സേവ് മൈ ലൈഫ് ടു ബി പ്രിസൈസ്. നമ്മൾ തമ്മിൽ വലിയ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ ആദ്യമായി പരിചയപ്പെടുകയല്ലേ, ഫോർമലായി തന്നെ പരിചയപ്പെടുത്താം. ഇതാണ് എന്റെ ബെറ്റർ ഹാഫ്, ശ്രീമതി തുളസി. എക്സ്ക്യൂസ് മീ. തുളസി, രാജേട്ടാ, എന്ത് പറ്റും തുളസി? എന്താണെങ്കിലും പറയൂ, എന്നോടല്ലേ? രാജേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞത് ദാസൻ. ദാസേട്ടനും ഞാനും ഞാൻ പറഞ്ഞിട്ടില്ലേ? Leave it dear. അതിന് തുളസി എന്തിനാ അപ്സെറ്റ് ആവുന്നത്? Come on, cheer up. ദാസ, നീ എന്തിനാണ് അസ്വസ്ഥനാകുന്നത്? കല്യാണത്തിന് മുൻപേ തുളസിക്ക് ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്നുവെന്ന് അവൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ആ കഥയിലെ നായകൻ നീയായിരുന്നു എന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നിനക്കയച്ച കത്തുകളും ഇൻവിറ്റേഷനും മേൽവിലാസക്കാരനല്ലാതെ തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അതൊരു സ്ട്രേഞ്ച് കോയിൻസിഡൻസ് ആയി ഞാൻ കരുതി. പക്ഷെ എനിക്കിതിപ്പോൾ തിരുത്തേണ്ടിയിരിക്കുന്നു. ദിസ് ഈസ് എ സ്ട്രേഞ്ചർ കോയിൻസിഡൻസ്. രാജേഷ്, എങ്കിൽ നിനക്ക് ഒരിക്കൽ കൂടെ തിരുത്തേണ്ടി വരും. ദിസ് ഈസ് ഗോയിങ് ടു ബി ദ സ്ട്രേഞ്ചസ്റ്റ് കോയിൻസിഡൻസ് ഇൻ യുവർ ലൈഫ്. നീ പണ്ടറിഞ്ഞിരുന്ന ദാസനെ മാത്രമേ എന്നിൽ ഇപ്പോഴും കാണുന്നുള്ളൂ. ബട്ട് ടുഡേ ഐ ആം മോർ ദാൻ ദാറ്റ്. ദാസനെന്ന് നീ എന്നെ വിളിച്ചാൽ ഇനി നാട്ടുകാരെ തിരുത്തും. ഐ എം നോട്ട് ജസ്റ്റ് ദാസൻ, ഐ എം താരാദാസ്. യെസ്, താരാദാസ്. നിന്നെ ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? താരാശങ്കറിനെയും താരാദാസിനെയും പിടിച്ചു കെട്ടാൻ. ബോംബെയിൽ നിന്നും പ്രഗത്ഭനായ ഒരു കസ്റ്റംസ് ഓഫീസറെ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞപ്പോൾ അത് നീ ആയിരിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. ബട്ട് ഐ എം ഹാപ്പി അബൌട്ട് വൺ തിങ്. ഞങ്ങൾ കള്ളക്കടത്തുകാർക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളിൽ വരെ പ്രഗത്ഭനെന്ന് വിശേഷിപ്പിക്കപ്പെടുവാൻ മാത്രം പേരും ഗുഡ്വില്ലും നീ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേടിക്കഴിഞ്ഞു. ഗുഡ്, ഐ എം പ്രൗഡ് ഓഫ് യു. ലീവ് ദോസ് സെന്റിമെന്റ്സ് അസൈഡ്. എന്റെ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും പതറാറില്ല. സെന്റിമെന്റ്സിനെ കുറിച്ച് ഓർക്കുകയുമില്ല. നീയും അങ്ങനെ ആയിരിക്കണം. ഇന്ത്യൻ കസ്റ്റംസിന്റെ ലിസ്റ്റിലുള്ള ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഇരകളിൽ ഒന്നാണ് ഞാൻ. എന്നെ കീഴടക്കാൻ കഴിഞ്ഞാൽ അത് നിനക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും. എന്ത് ചെയ്യാം, ഈ പുതിയ ജീവിതത്തിൽ ദാസിന് കീഴടക്കിയ ശീലമുണ്ട്, കീഴടങ്ങിയ പാരമ്പര്യമില്ല. സോ സോറി. വരട്ടെ, വിൽ മീറ്റ്. We have two Das. No, താരാദാസ്.